ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് മന്തിയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലാട്ടോ ഇത് തയ്യാറാക്കിയേക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിനാവശ്യമായിട്ടുള്ള ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ പീസും അല്ല, ഏറ്റവും പൊടി പീസും ഇല്ലാത്തൊരു പരുവത്തിലാട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇത് തയ്യാറാക്കുന്നത് മന്തി മസാല തയ്യാറാക്കുന്നത് പ്രഷർ കുക്കറിലാട്ടോ. അപ്പം അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണും സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 6 ഗ്രാമ്പും ഒരു 3-4 ഏലക്കായും പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ മല്ലിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകവും പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് ഒന്ന് മങ്ങി വരുന്ന രീതിയാകുമ്പോഴത്തേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പം ഇതിലേക്ക് ഒരു 1.5 സവാളയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ബീഫ് തോനെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സവാള ചേർക്കാം കേട്ടോ. ഞാനിത് ചേർക്കുന്നത് നല്ല അരപ്പോട് കൂടിയുള്ള മന്തി നമുക്ക് കിട്ടാനാണ് സവാള ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ ഞാനിതിലേക്ക് സവാള കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റായിട്ട് അടിച്ച് വെച്ചേക്കുന്നതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അത് രണ്ടും ഞാൻ ഒരുമിച്ചങ്ങ് അടിച്ചെടുത്തത്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ എല്ലാം പച്ച മണമെല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എണ്ണയിലിരുന്ന് നന്നായിട്ട് അങ്ങ് അലിഞ്ഞ് ചേരും. അതുകൊണ്ട് ഉപ്പ് മാഗി ക്യൂബ് ചേർക്കുന്നതുകൊണ്ട് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. അതിലേക്ക് ഇനി 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം മന്തി മസാല പൗഡറും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇപ്പം എന്താ ചേർത്ത് കൊടുത്തേക്കുന്ന മസാലയുടെ എല്ലാം പച്ച മണം മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കും. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര്, 2 ടേബിൾ സ്പൂണോളം കട്ട തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വീഡിയോയിൽ മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് വിട്ടുപോകരുത്, അതെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടി നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് ഇതൊന്ന് വഴണ്ടി കിട്ടണം കേട്ടോ. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യാതിരിക്കലും ഇതാട്ടോ ഇതിൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരുവം. വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ ഈ മസാലയിലും എണ്ണയിലും കിടന്ന് ഈ ബീഫ് നന്നായി വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസോളം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 5 ഫിസിലോളം കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും കേട്ടോ ഫിസിലിൻ്റെ എണ്ണം. അതവിടെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരിയുടെ പരിപാടി നോക്കാം. ബസുമതി സെല്ലാ റൈസാണ് കേട്ടോ മന്തി വെക്കാൻ ഏറ്റവും നല്ലത്. ഇതിപ്പം നമുക്ക് കഴുകി ഒരു 1/2 മണിക്കൂറോളം കുതിർത്താനായിട്ട് വെക്കാം കേട്ടോ. ഇനി ഒരു ഗ്യാസ് അടുപ്പിലേക്ക് ഒരു ചരുവത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, ഇതിന് ഇരട്ടി വെള്ളമായിട്ടോ എടുക്കേണ്ടുള്ളൂ. നമ്മൾ വെച്ച് ഊറ്റി എടുക്കുന്നുണ്ട്. വെള്ളം വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ കഴുകി വെച്ചേക്കുന്ന ഈ അരി 1/2 മണിക്കൂർ 1 മണിക്കൂറോ വേണമെങ്കിൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഞാനിതിലേക്ക് അഡീഷണലായിട്ട് ഒരു ഉണക്ക നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ ചോറ്റിന് ഒരു പ്രത്യേക മയമായിട്ടോ കിട്ടുന്നത്. അപ്പം നമുക്കിനി ഇത് ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് ഉപ്പും ഈ എണ്ണയും ഈ നാരങ്ങയുടെ ഒരു സ്മെല്ലും എല്ലാം ഒന്ന് ഇതിലേക്ക് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ തുറക്കുമ്പോഴത്തേക്കും നല്ല ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഇതിൽ ഞാൻ ഒരു 1/2 ഭാഗം മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാഗി ക്യൂബ് ചേർക്കുമ്പോൾ പ്രത്യേകം വീണ്ടും പറയുക, ഉപ്പ് നോക്കിയേ ചേർക്കാവും. ഇതിന് വെള്ളത്തിൽ കിടന്ന് തിളച്ച് നന്നായിട്ട് ചോറുമായിട്ടങ്ങ് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം പിടിച്ച് വന്നപ്പോഴത്തേക്കും നല്ല വെന്ത് നമ്മൾ ചോറ് കിട്ടിയിട്ടുണ്ട്. നല്ല ഈ പരുവം ആകുമ്പോഴത്തേക്കും ഇറക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴേ ആ മന്തി അരിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. കുഴഞ്ഞു പോയാൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോഴേക്കും നമ്മൾ ചോറ് നന്നായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും
നല്ല എണ്ണമയമൊക്കെയുള്ള നല്ല ചോറായിട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്താ ഇത് നമുക്ക് കോരി അങ്ങോട്ട് മാറ്റി പ്രത്യേകം വെക്കാവേ. അപ്പോഴേക്കെന്താ നമ്മൾ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് ഒരു 5 വിസിലായപ്പോഴത്തേക്കും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പും പാകമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാവേ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഇറച്ചിക്ക് ഇച്ചിരി വേവ് കൂടുതലായിരുന്നു കേട്ടോ. നല്ല കറക്റ്റ് പാകമായിട്ട് ഞാൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ എടുത്ത് നോക്കിയപ്പോഴേ തന്നെ. ഇനി നമുക്ക് ഇത് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അത് പ്രത്യേകിച്ച് ബീഫ് ഫ്രൈ ചെയ്യുമ്പോഴുള്ള ടേസ്റ്റിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ. അതിനായിട്ട് ഞാൻ ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാട്ടോ. ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ കുക്കറിൽ കിടന്ന് മസാലയോട് ചേർന്ന കഷ്ണങ്ങളെല്ലാം ഇതിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ അരപ്പെല്ലാം ഇറച്ചിയിലൊന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്കിത് ഈ പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ചോറ്റിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാവേ. ഈ ചോറിലേക്ക് ഈ ബീഫ് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ടേസ്റ്റ് കൂട്ടുന്നൊരു പ്രോസസ്സുണ്ട് കേട്ടോ. നമ്മൾ ആ കുക്കറിൽ ബാക്കി വന്ന ആ ഗ്രേവി കുറച്ച് ചോറ് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു 2 or 3 സൈഡിലേക്കായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ചോറ്റിന് ഈ ബീഫിൻ്റെ നല്ല ഒരു എണ്ണമയവും ആ കൊഴുപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും, പിന്നെ പ്രത്യേകിച്ച് ചോറ്റിന് നല്ല അരപ്പുമായിരിക്കും കേട്ടോ. ചോറും ഇറച്ചിയും തമ്മിൽ വെവ്വേറെ ഇരിക്കത്തില്ല. ഈ അരപ്പെല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ചെയ്യാം. ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അതിന് ശേഷം നമുക്കിതാ ഈ മാറ്റി വെച്ചേക്കുന്ന ബീഫ് കഷ്ണങ്ങളെല്ലാം ഇതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാവേ. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ, നമ്മൾ റെഡിയാക്കി ചോറ്റിന് നല്ല മന്തിയുടെ മണമൊക്കെ വരണ്ടേ. അതിനായിട്ട് അതിൻ്റെ ഒരു സൈഡിലോട്ട് കുറച്ച് പച്ചമുളകൊക്കെ കുത്തി വെച്ചതിന് ശേഷം ഒരു പാത്രം അങ്ങോട്ട് നന്നായിട്ട് ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ചാർക്കോൾ ഇട്ട് കൊടുക്കും. ഇത് നമ്മളെ സ്വന്തം വീട്ടിലെ ചാർക്കോളാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിലെ ആ പുകയുടെ മണമെല്ലാം മൂടി നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മന്തിയാട്ടം നമുക്ക് റെഡിയാക്കി ഇട്ടേക്കുന്നത്. അതിൻ്റെ ആവി പുറത്ത് പോകാതിരിക്കാനാട്ടോ ഞാനൊരു കല്ല് അതിൽ ഉറച്ച് വെച്ചത്. ഇപ്പം എന്താ നമുക്കൊന്ന് അടിയിലേക്കൊന്ന് സെപ്പറേറ്റ് ഒരു പാനും കൂടെ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ മന്തിച്ചോറ് അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചൊരു 15 മിനിറ്റ് ഒന്ന് ദം കണക്കിടുമ്പോഴത്തേക്കും നമ്മളെ നല്ല മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പി ട്രൈ ചെയ്തതിൻ്റെ കമൻറ്റ് ഫീഡ്ബാക്കായിട്ട് അറിയിക്കാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു. ഓക്കെ.